നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 26-ാം തീയതി 1201 ആണ്ട് തുലാമാസം 9-ാം തീയതി ഞായറാഴ്ച. ഇന്ന് തൃക്കേട്ട നക്ഷത്രമാണ്. ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. ഞായറാഴ്ചയാണ്. ഇപ്പോൾ ഞായറാഴ്ചയും തൃക്കേട്ട നക്ഷത്രവും. ഇപ്പോൾ വളരെ ഗുണഫലത്തെ കൊടുക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. പക്ഷെ നക്ഷത്രം ശുഭനക്ഷത്രമല്ല. ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമായ നക്ഷത്രമല്ല തൃക്കേട്ട. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നാളല്ല. അതുകൊണ്ട് ദിവസം കൊള്ളാം, പക്ഷെ നക്ഷത്രം അനുകൂലപ്രദമല്ല. പല കാര്യങ്ങൾക്ക് തടസ്സത്തെ കൊടുക്കും. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. കാരണം അനുകൂലപ്രദമായ നക്ഷത്രമല്ല. പക്ഷെ തുലാമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷത്തെ പ്രദാനം ചെയ്ത് തരും. അനുകൂലപ്രദമായിട്ടുള്ള ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തരും. സാമ്പത്തിക നേട്ടത്തിനും പ്രശസ്തിക്കും ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുരോഗതിക്കും ഒക്കെ ഇടവരുന്ന ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്ത് തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന ഒരു വർഷത്തെ ചിന്തിക്കണം. ഇന്നത്തെ ദിവസം കൊള്ളൂലെങ്കിലും ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സാമ്പത്തിക നേട്ടം, ജോലിയിൽ പുരോഗതി, പ്രശസ്തി, അതുപോലെ നല്ല പുരോഗതിയൊക്കെ കൊടുക്കും. പക്ഷേ സൂര്യൻ്റെ ദിവസമായതുകൊണ്ട് ടെൻഷനും അസ്വസ്ഥതയും വരാനിടയുള്ളത് കൊണ്ട് അതിനെ അതിജീവിച്ച് പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കണം, സൂര്യ നമസ്കാരം ചെയ്യണം. ഒരേ ഒരു സിമ്പിൾ വഴിയേ ഉള്ളൂ. നമ്മളെ ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യ ഭഗവാനെ, പ്രപഞ്ചനാഥനായ സൂര്യനെ, നിത്യവും രാവിലെ എണീറ്റ് ഉദിച്ചു വരുന്ന സൂര്യനെ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണത്തക്ക രീതിയിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കിലേക്ക് പോസിറ്റീവ് എനർജി പ്രവേശിക്കുകയും ഈ ദോഷഭാവം മാറിക്കിട്ടും. ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാലം 4:30 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4:30 മണി മുതൽ 6 മണി വരെ. 4 മണി 32 മിനിറ്റ് ആകുമ്പം തന്നെ തുടങ്ങും. 5:59 ആകുമ്പം തന്നെ രാഹുകാല സമയം തീരും. അപ്പോൾ ശരിക്കും കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയമായിട്ട് കറക്റ്റായിട്ട് വരികയാണ്. ഇപ്പോൾ കലണ്ടറിൽ നോക്കിയുള്ള സമയം എടുത്താലും നമുക്ക് പേടിക്കേണ്ടതില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. ഗുളികകാല സമയം വരുന്നത് 3:04 തൊട്ട് 4:32 വരെ. 3 തൊട്ട് 4:30 വരെയാണ്. അതിലും ശരിക്കും 2-4 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. യമകണ്ഠ കാല സമയവും 12 മണി 8 മിനിറ്റ് തൊട്ട് 1 മണി 36 മിനിറ്റ് വരെ. അവിടെ ഒരു 8 മിനിറ്റിൻ്റെ 6 മിനിറ്റിൻ്റെയും വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ശരിക്കും സൂര്യോദയവുമായി ബന്ധപ്പെട്ട് വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം, ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 11 മണി 44 മിനിറ്റ് തൊട്ട് 12 മണി 32 മിനിറ്റ് വരെ ആണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ദിവസം കൊള്ളൂല, അല്ലെങ്കിൽ നക്ഷത്രം കൊള്ളൂല എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രത്യേക പരിരക്ഷയുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ എടുക്കാം. അതുപോലെ ഇന്നും ഓരോ യാത്രയൊക്കെ പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് നല്ലതാണ്. പ്രധാനമായിട്ട് ചുവപ്പ് അല്ലെങ്കിൽ ചുവപ്പ് മിക്സ് ആയിട്ടുള്ളതോ, താമരപ്പൂവിൻ്റെ കളറിലുള്ളതോ, റോസ് കളറിലുള്ളതോ, ചുടുകല്ലിൻ്റെ കളറിലുള്ളതോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം
നമുക്ക് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് സൂര്യനിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിക്കാനും നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശോഭിക്കാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.